നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ ബേപ്പൂർ. നമ്മുടെ അതിഥിയായി എത്തുന്നത് പ്രമുഖ സംഗീത സംവിധായകൻ, സംഗീത അധ്യാപകൻ, അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഗിറ്റാറിസ്റ്റ് ശ്രീ രഘുപതിയാണ്. നമസ്കാരം. 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 നമ്മളെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, കൗമാരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു, യൗവനത്തിലേക്ക് കടന്നു. യൗവനത്തിൽ താങ്കൾ ഈ ബാൻഡുകളിലും അതുപോലെ തന്നെ ഗാനമേളകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. പ്രമുഖരായിട്ടുള്ള എല്ലാ ഗായകരുടെയും ഗായികമാരുടെയും ഒക്കെ പരിപാടികളിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്താണ് ഗൾഫ് മോഹം ഉദിക്കാനുണ്ടായൊരു കാരണം? ഗൾഫ് മോഹം, ഞാൻ ആക്ച്വലി ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നതായിരുന്നു 2003 മറ്റേ. അപ്പോൾ അന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇമാതിരി നിങ്ങൾ കീബോർഡൊക്കെ വായിക്കും ചോദിച്ചു. വായിക്കും പറഞ്ഞു. അപ്പോൾ ഞാനൊരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ വരും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ള ഫോൺ നമ്പർ തന്നു, മെയിൽ ഐ ഡി തന്നു. മെയിൽ വാട്സപ്പില്ലല്ലോ, മെയിൽ ഐ ഡി തന്നു. അപ്പോൾ ഇതിലേക്ക് പാസ്പോർട്ടും ഫോട്ടോ അയക്കി നോക്കട്ടെ, ഞാൻ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എനിക്കതൊന്നും വിശ്വാസം തോന്നിയില്ല. പിന്നെ നാടെത്തിയപ്പോൾ നാട്ടിലെ അയാൾ 2 പ്രാവശ്യം വിളിച്ചു. ശ്രീനിവാസൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിളിച്ച് എനിക്ക് താല്പര്യമില്ല. പിന്നെ വീണ്ടും വൈഫ് പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയി നോക്കി പറഞ്ഞു. അങ്ങനെയാണ് ശരി പറഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ടും ഇതൊക്കെ ആ മെയിലിലേക്ക് അയച്ചു. അതിൽ 2-3 ദിവസത്തിനകം വിസിറ്റ് വിസ വന്ന് മനസ്സോടുകൂടി ശരി നോക്കാം എന്ന് പറഞ്ഞ്. അന്നേരം ഇവിടെ നിറയെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, സുശാന്ത്, കീബോർഡ്സ്, അവരൊക്കെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ കയറി വന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ പറഞ്ഞിട്ട് അങ്ങനെ കയറി വന്ന് മ്യൂസിക് സ്കൂളിൽ പാരീസ് മ്യൂസിക് സെൻറ്റർ ഇവിടെ ഷാർജ അതിൽ കയറി. പിന്നെ അതങ്ങനെ യൂസ്ഡായി. പിന്നെ ഓക്കെ നാട്ടിലത്തെ പോലെ ഇവിടെയും പ്രോഗ്രാംസൊക്കെ കിട്ടാൻ തുടങ്ങി. ഐ എം ഹാപ്പി. സംഗീതം എന്തായാലും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ശരി, നല്ലൊരു ഫ്രണ്ട്, ദാറ്റ് മീൻസ് സംഗീതം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് കണ്ടിന്യൂ. പിന്നെ ഈ പറഞ്ഞ മാതിരി ഗൾഫ് വെള്ളം ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വെള്ളം ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അതാണ് പക്ഷികളാണ്. അപ്പോൾ പിന്നെ ഈ സിനിമയിലേക്ക് കിടക്കാം. ഗൾഫിൽ വന്നു. ഗൾഫിൽ വന്നാൽ സാധാരണയായിട്ട് പലരും സിനിമാ ലോകമൊക്കെ ഉപേക്ഷിച്ച് വന്ന എത്രയോ ആൾക്കാർ ഗൾഫിലുണ്ട്. ഞാൻ അറിയുന്ന ആൾക്കാർ തന്നെയുണ്ട് സിനിമ മോഹങ്ങൾ ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്ന്. അതേസമയത്ത് താങ്കൾക്ക് ഇവിടെയാണ് അതിന് അവസരം, ഇവിടെ നല്ല അവസരം ഒരുങ്ങിയാൽ പോലും ഇവിടെ നിന്ന് നിന്നുകൊണ്ടാണ് താങ്കൾ ആദ്യത്തെ ഇത് ചെയ്തത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം? അത് നിതീഷ് കെ നായർ പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്. അദ്ദേഹം 1-2 പടം ചെയ്തിട്ടുള്ളൂ. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പടമാണ് 10ാം ക്ലാസ്സിലെ പ്രണയം. അപ്പോൾ ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി എനിക്ക് മെസ്സേഞ്ചറിലൊരു മെസ്സേജ് ചെയ്ത മാതിരി, ഞാനൊരു സിനിമ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല മ്യൂസിക് ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പെട്ടെന്നൊരു ചോദ്യമുണ്ട്, ഞാൻ മ്യൂസിക് ചെയ്യാൻ ഓക്കെ, ബട്ട് സിനിമ ഞാൻ ചെയ്തിട്ടില്ല ഇൻഡിവിജ്വലായിട്ട്. ബാക്കി ആൽബം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേമാതിരത്തെ ഒരു പ്ലാറ്റ്ഫോം അല്ലല്ലോ അത്. ഒരു ഒരു പ്രൊഫഷണൽ കമേഴ്സ്യൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ് എനിക്കറിയാം. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, 2 ദിവസം ആലോചിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ധൈര്യം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കൈ കൊടുത്തു. അങ്ങനെയാണ് ഈ 10ാം ക്ലാസ്സിലെ പ്രണയം എന്ന സിനിമയിലേക്ക് ഞാൻ സംഗീത സംവിധാനമായിട്ട് ഉള്ള ഒരു കടന്നു വരും. ശരി. അപ്പോൾ അതിലെ ഓരോ സംഗീത സംവിധായകനും ഗായകർക്കും എല്ലാവർക്കും ഏറ്റവും എഴുത്തുകാർക്കൊക്കെ തന്നെ ചില പാട്ടുകളും അല്ലാതെ നമ്മൾ ആകർഷിക്കും. ആ 10ാം ക്ലാസ്സിലെ പ്രണയത്തിൽ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗാനം ഒന്ന് ആലപിക്കും. ഏതാണ് ആ ഗാനം? അതിൻ്റെ പശ്ചാത്തലം അതൊന്ന് ആലപിക്കാം. ആക്ച്വലി ഈ ചോദ്യം ഇപ്പോൾ ഒരു അമ്മയോട് നിങ്ങൾക്ക് ഏത് മകനെയാണ് ഏത് കുട്ടിയാണ് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താ പറയുക?
അങ്ങനെയല്ല, അതിനേക്കാൾ പലർക്കും അങ്ങനെയല്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട പല ഇപ്പൊ മ്യൂസിക് ഡയറക്ടർ ആവണ്ട ഒരു സാധാരണ ആളായിപ്പോഴും അയാൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ദാസേട്ടന് ഇഷ്ടപ്പെട്ട 10 പാട്ടുകൾ എന്ന് പറയുന്നത്, ഈ ബാബുരാജിന് ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്ന് പറയും. അത് കുട്ടികളെ അങ്ങനെ പറയാൻ പറ്റില്ല. അതേ സമയത്ത് പാട്ടിനെ പറയുമ്പോൾ ഇഷ്ടപ്പെട്ടത് ഉണ്ടാവും തീർച്ചയായും ഉണ്ട്. നമ്മുടെ ബിജു നാരായണൻ പാടിയ ഒരു പാട്ടുണ്ട്. ഡയറക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് ഇതുമാതിരി, രഘുപതി ഞാൻ അധികമൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇല്ല, നായകനും നായികയും ഇതാണ് ടീനേജേഴ്സാണ്, പക്ക പച്ചപ്പ്, നീ മനസ്സിൽ ആലപ്പുഴ, കോട്ടയം, അരുവി, എന്താ കനാല്, തെങ്ങ്, വാഴ, കിളി, ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ടാണ് ഇത്. അപ്പം ആ ഒരു രീതിയിലൊരു സോങ് വേണം പറഞ്ഞു. ഞാൻ ശരി പറഞ്ഞു. പക്ഷേ ഇതിലൊരു പ്രശ്നം, ലിറിക്സ് ആദ്യം എഴുതിയിട്ടുണ്ട്, ലിറിക്സിൻ്റെ മേലെ ഞാൻ ട്യൂൺ ചെയ്യണം. ഓപ്പോസിറ്റ്. കാരണം നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്രഷൻ നമ്മൾ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ലിറിക്സ് ആദ്യം കിടക്കുമ്പോൾ ഞാൻ ഞാൻ പറഞ്ഞും പോയി ശരി ചെയ്യാറ്. അപ്പോൾ എങ്ങനെ ചെയ്യും? ലിറിക്സ് കിട്ടുകയും ചെയ്തു. ലിറിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫ്രെയിം മാറാൻ പറ്റില്ല. മീൻസ് നമ്മളായിട്ടുള്ളൊരു ഫ്രീഡം പോയില്ലേ. ശരി, ഓക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ട്യൂൺ ഇട്ടു. ആദ്യം ഒരു ട്യൂൺ ഇട്ടമാതിരി ഒരു പച്ചപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ, സോറി, ഇതൊരു ആഭോഗ്യരാഗത്തിലാണ് ഞാൻ ഈ ട്യൂൺ ഇട്ടത്. അപ്പോൾ ആഭോഗ്യരാഗത്ത് പറയുമ്പോൾ താങ്കളെ പിന്നെ ഒരു വെസ്റ്റേണിലാണല്ലോ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് പിന്നെ കർണാട്ടിക് രാഗം ബേസ്ഡ്, പക്ക കർണാട്ടിക് രാഗം ബേസ്ഡ്? അയ്യോ, അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചും പല റെഫറൻസ് അങ്ങനെ പഠിച്ചതാണ്, അല്ലാണ്ട് ശാസ്ത്രീയമായിട്ടൊന്നും കർണാട്ടിക് ഞാൻ പഠിച്ചിട്ടില്ല. ഓക്കെ, എനിവേ, അപ്പോൾ ഞാൻ ലിറിക്സ് ആദ്യം കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ വായിച്ചു, തൂമഞ്ഞു ചൂടും പൂവു പോലെ പൂങ്കാറ്റിൽ ആടുന്നുവോ, കാതോരമോരോ രാഗലോലം, പൊൻവീണമീട്ടും സ്വരം, ആരോരും കാണാതോ മനെ മാറോടു ചേർത്തും പുൽകുവ, ഒരു നേർത്ത മഞ്ഞിൻ തളിർവിരൽ മുനയാലെ തഴുകും കാറ്റിൻ തുടിപ്പോ, തൂമഞ്ഞു ചൂടും പൂ പോലെ പൂങ്കാറ്റിൽ ആടുന്നുവോ. ഇത് ആക്ച്വലി ഐ എം സോറി, ഞാൻ സിംഗറല്ല, പക്ഷെ എന്നാലും ബിജു നാരായണൻ ഇത ഉഗ്രനെ പാടി. ഇത് ഞാൻ പ്രേക്ഷകരോട് പറയാണ്, ഇത് 10ാം ക്ലാസ്സിലെ പ്രണയം, തൂമഞ്ഞു ചൂടും പൂ പോലെ. ഈ പാട്ട് യൂട്യൂബിലുണ്ട്, അത് കാണണം. നാസറൊക്കെ കണ്ടിട്ടുണ്ട്, അത് കാണണം. അത് എന്താ, എന്നെ വിടൂ, ബിജു നാരായണൻ അസലായി പാട്ടുണ്ട്. ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു സംസ്ഥാന അവാർഡും, കാരണം അദ്ദേഹം അത്രയും ഇൻവോൾവ് ചെയ്ത് പാടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ബിജോട്ട ഞാൻ മെലോഡൈൻ അങ്ങനത്തെ മെഷീൻസ് ഒന്നും തൊടില്ല, മീൻസ് പിച്ച് കറക്ഷൻ ഇല്ല, നാച്ചുറലായിട്ട് തന്നെ വെക്കുള്ളൂ. അതുകൊണ്ട് പ്ലീസ് പറഞ്ഞു, ബിജുവേട്ടൻ ഒരു പ്രശ്നമില്ലാതെ അദ്ദേഹം എന്താ പറയുക ഉഗ്രനെ തന്നെ പാടി എന്ന് പറയും. നന്നായിട്ട് ഉഗ്രൻ